ഗ്രഹമാറ്റം എന്നുള്ളതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഗ്രഹമാറ്റം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഗ്രഹം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറുക, അതല്ലെങ്കിൽ പ്രവേശിക്കുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓരോ ആളുകളുടെയും ജനിച്ച സമയം വ്യത്യാസമുണ്ടായിരിക്കാം. അതിനനുസരിച്ച് അവരവരുടെ ജാതകങ്ങളും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ജാതകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഗ്രഹനിലകളിലും മാറ്റമുണ്ടാവും. അപ്പോൾ ഒരു ഗ്രഹം മാറുകയാണെങ്കിൽ, ഉദാഹരണത്തിന് വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് മാറി, ആ സമയത്ത് എങ്ങനെയാണോ ഓരോ ആളുകളുടെയും ജാതകത്തിലെ വ്യാഴം സൂചിപ്പിക്കുന്ന ഫലങ്ങൾ, അതിനനുസരിച്ചായിരിക്കും മാറ്റം ഉണ്ടാവുക. അതല്ലാതെ കേവലം ഒരു നാൾ നോക്കിയ ശേഷം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് മൊത്തത്തിൽ ഒരു ഫലം പറയുവാൻ സാധിക്കുകയില്ല. ഉദാഹരണത്തിന് പൂരാടം നക്ഷത്രം. ഈ പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച എല്ലാ ആളുകൾക്കും ഈ വ്യാഴം മാറുമ്പോൾ ഉള്ള ഫലം മോശമായിരിക്കണമെന്നില്ല, അതല്ലെങ്കിൽ നല്ലതായിരിക്കണമെന്നുമില്ല. ഇപ്പോൾ നാളുകൾ നോക്കിയിട്ടുള്ള ഒരുപാട് ഫലപ്രവചനങ്ങൾ ധാരാളമായിട്ട് വർഷങ്ങളായി കാണുവാൻ സാധിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെ നാള് തന്നെ എടുത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിൽ എത്രമാത്രം സത്യമുണ്ട്, എത്രമാത്രം കാര്യങ്ങൾ അനുഭവത്തിലാവുന്നു എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അനുഭവത്തിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിശ്വസിക്കാം. പക്ഷേ ഒരു കാര്യം കൂടി, ഈ പറയുന്ന അനുഭവങ്ങൾ വീണ്ടും മറ്റൊരു ഗ്രഹമാറ്റം ഉണ്ടാവുമ്പോഴും അനുഭവത്തിലായിരിക്കണം. കേവലം ഒരു തവണ മാത്രം ശരിയായിരുന്നാൽ ജ്യോതിഷം ശരിയാവുകയില്ല. കാരണം യഥാർത്ഥമായ ശാസ്ത്രീയമായ ജ്യോതിഷം ഇരിക്കണമെങ്കിൽ റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന ഫാക്ടർ വരണം. എന്തെന്നാൽ റീപ്രൊഡ്യൂസിബിലിറ്റി എന്നാൽ അനുഭവം ആവർത്തിച്ചു വരണം. അപ്പോൾ ഓരോ ഗ്രഹങ്ങൾ മാറുമ്പോഴും ഈ നാള് നോക്കിയിട്ടുള്ള ഫലം പറയുമ്പോൾ അത് ശരിയാവുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്ന് വ്യക്തമാവും, നാളെ നോക്കിയിട്ടുള്ള ഫലപ്രവചനങ്ങൾക്ക് ആക്യുറസി കുറവായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് കൃത്യത വരാത്തതെന്ന് പരിശോധിക്കുമ്പോൾ സ്വന്തം ജാതകമാണ് ആദ്യം അനലൈസ് ചെയ്ത് മനസ്സിലാക്കേണ്ടത്. ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരം ഇതെല്ലാം പരിഗണിച്ചാൽ മാത്രമേ അയാൾക്കുണ്ടാവുന്ന അനുഭവം കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കൂ. അപ്പോൾ എന്തുകൊണ്ടും നാളെ നോക്കിയിട്ടുള്ള ഫലപ്രവചനത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ആദ്യം ചെയ്യേണ്ടത് ജാതകം അനലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം മാത്രമേ ഫലപ്രവചനം നടത്താൻ സാധിക്കൂ എന്നുള്ളത് വ്യക്തം. അപ്പോൾ ഇനി നാളെ നോക്കിയിട്ടുള്ള ഫലപ്രവചനം കാണുമ്പോൾ അത് സ്വയം പരിശോധിക്കുക, അത് തുടർച്ചയായിട്ട് അനുഭവത്തിൽ വരുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക, സ്വയം ബോധ്യപ്പെടുക.